വെറുമൊരു സാധാരണക്കാരനായി ജനിച്ച് തെരുവിടങ്ങളിൽ കൂട്ടുകൂടിയും കളിയിടങ്ങളിൽ കഥ പറഞ്ഞും വളർന്നവൻ ക്രമേണ ചുറ്റും കാണുന്ന അനീതികളെയെല്ലാം ഹാസ്യം ചാലിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. തങ്ങൾ തേടുന്ന നായകൻ ഈ മനുഷ്യനിലുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ കാലവും, കാലം തൻ്റെ രാജ്യത്തോട് ആവശ്യപ്പെടുന്ന ആ നേതാവ് താനാണെന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞ കാലവും ഒന്നു തന്നെയായിരുന്നു. ഊരിപ്പിടിച്ച വാളിന് മുന്നിലൂടെ നെഞ്ചുവിരിച്ച് നടന്നു കയറി നേതാവായവരുടെ കഥയല്ല ഇത്. രാഷ്ട്രത്തലവനായ ശേഷം ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്കും മിസൈലുകൾക്കും നടുവിൽ നെഞ്ചുറുപ്പോടെ നിന്ന് പൊരുതുന്ന നേതാവിൻ്റെ കഥയാണിത്. സോവിയറ്റ് യൂണിയൻ എന്ന് പുകൾപെറ്റ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്നും അടർന്നു മാറി സ്വതന്ത്ര രാജ്യമായ യുക്രൈൻ എന്ന ജനാധിപത്യ രാജ്യത്തെ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ കഥ. ആയിരത്തി 1991 സോവിയറ്റ് യൂണിയനിൽ നിന്നും യുക്രൈൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ജനാധിപത്യത്തിൻ്റെ മാർഗം തെരഞ്ഞെടുക്കുമ്പോൾ വെറും 13 വയസ്സുള്ള കൗമാരക്കാരനായിരുന്നു വ്ളോഡിമിർ സെലൻസ്കി. അന്നും അതിനുശേഷവും അതിനു മുമ്പും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനോ നേതാവോ അല്ല ഈ മനുഷ്യൻ എന്നതാണ് ലോകചരിത്രത്തിൽ വ്ളോഡിമിർ സെലൻസ്കിയെ വ്യത്യസ്തനാക്കുന്നത്. അതെ, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച് രാഷ്ട്രത്തലവനായ നേതാവാണ് സെലൻസ്കി. സ്വതന്ത്രനെങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ 2018 രൂപം കൊടുത്ത സെർവൻ്റ് ഓഫ് പീപ്പിൾ എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്താറുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്തും ഈ പാർട്ടി അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. നാം ഈ കഥ പറയുന്ന സമയത്ത് വേണമെങ്കിലും റഷ്യൻ മിസൈലുകൾ പാഞ്ഞെത്തി ജീവനെടുക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ. ജനാധിപത്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആ നേതാവിൻ്റെ ജീവിതം ആരെയും അതിശയിപ്പിക്കുന്നതാണ്. വർഷം 1978. അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിയൻ സോവറിൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിലെ ഒരു പ്രധാന നഗരമായ ക്രിവിറിഹിൽ ജൂതമത വിശ്വാസികളായ ഒലക്സാണ്ടർ സെലൻസ്കിയുടെയും ഭാര്യ റിമ സെലൻസ്കിയുടെയും മകനായി വ്ളോഡിമിർ ഒലക്സാണ്ടർ സെലൻസ്കി ജനിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 1978 ജനുവരി 25-നാണ് സെലൻസ്കിയുടെ ജനനം. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുടുംബ പശ്ചാത്തലമായിരുന്നു സെലൻസ്കിയുടേത്. കാരണം സാമ്പത്തികമായും ബൗദ്ധികമായും സാമൂഹികമായും ഉയർന്ന നിലയിലുള്ളവരായിരുന്നു സെലൻസ്കി കുടുംബം. വ്ളോഡിമിർ സെലൻസ്കിയുടെ പിതാവ് ക്രേവി റിഹ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക്സ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസറും സൈബർ നെറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വകുപ്പിൻ്റെ തലവനുമായിരുന്നു. മാതാവ് റിമ സെലൻസ്കി ആകട്ടെ ഒരു എഞ്ചിനീയറും. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ സൈമൺ ഇവാനോവിച്ച് സെലൻസ്കി 2ാം ലോക മഹായുദ്ധകാലത്ത് ചെമ്പടയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. സെമിയോണിൻ്റെ പിതാവും 3 സഹോദരന്മാരും ഹോളോകോസ്റ്റിൽ കൊല്ലപ്പെട്ടിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പ് 4 വർഷം സെലൻസ്കി തൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്ന മംഗോളിയൻ നഗരമായ എർഡെ നെറ്റിലായിരുന്നു. റഷ്യൻ ഭാഷ സംസാരിച്ചാണ് സെലൻസ്കി വളർന്നത്. 16-ാം വയസ്സിൽ ഇസ്രായേലിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ അവസരം ലഭിച്ചെങ്കിലും പിതാവ് പോകാൻ അനുവദിച്ചില്ല. പിന്നീട് അദ്ദേഹം ക്രീവിറിഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സിൽ നിന്നും നിയമബിരുദം നേടി. നിയമത്തിൽ ബിരുദം നേടിയെങ്കിലും അഭിഭാഷകനാകാനായിരുന്നില്ല സെലൻസ്കിക്ക് താൽപ്പര്യം. ചെറുപ്പത്തിലെ അഭിനയത്തോടായിരുന്നു അദ്ദേഹത്തിന് അഭിരുചി. അങ്ങനെ തൻ്റെ 17-ാം വയസ്സിൽ ഒരു പ്രാദേശിക കോമഡി മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. 1997-ൽ അദ്ദേഹം ഒരു സ്വന്തം കോമഡി ട്രൂപ്പിന് രൂപം കൊടുക്കുകയും ചെയ്തു. പേര് ക്വാർട്ടൽ 95. ഇത് പിന്നീട് അയൽ രാജ്യങ്ങളിൽ പോലും പര്യടനം നടത്തുന്ന സംഘമായി മാറുകയായിരുന്നു. യൗവനത്തിലേക്ക് എത്തുമ്പോഴേക്കും സെലൻസ്കി രാജ്യത്തും പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന മറ്റ് അയൽ രാജ്യങ്ങളിലും കണ്ടാലറിയാവുന്ന ഒരു താരമായി മാറിയിരുന്നു. സെലൻസ്കി പതിയെ ടെലിവിഷൻ രംഗത്തേക്ക് എത്തിപ്പെട്ടു. സെലൻസ്കി തനിച്ചല്ല, തൻ്റെ ടീമായ ക്വാർട്ടൽ 95-ഉം ഒപ്പമുണ്ടായിരുന്നു. ഇതിനിടെ സെലൻസ്കിയുടെ വിവാഹവും നടന്നു. ഒലീന സെലൻസ്കിയെ വിവാഹം കഴിച്ചു. സ്കൂളിൽ സെലൻസ്കിയുടെ സഹപാഠിയായിരുന്നു ഒലീന. 2003 സെപ്റ്റംബറിലായിരുന്നു ഇവരുടെ വിവാഹം. ഈ ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. മകൾ ഒലക്സാന്ദ്രയും മകൻ കൈറിലോയും. 2010 മുതൽ 2012 വരെ ഇന്റർ എന്ന TV ചാനലിൻ്റെ ബോർഡ് അംഗവും ജനറൽ പ്രൊഡ്യൂസറുമായിരുന്നു അദ്ദേഹം. 2015-ൽ സെലൻസ്കി സെർവൻ്റ് ഓഫ് പീപ്പിൾ എന്ന ടെലിവിഷൻ പരമ്പരയിൽ യുക്രൈൻ പ്രസിഡന്റിൻ്റെ വേഷം ചെയ്തതോടെയാണ് അദ്ദേഹത്തിൻ്റെ തലവര മാറുന്നത് എന്ന് പറയാം. യുക്രൈനിലെ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വൈറൽ വീഡിയോയ്ക്ക് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു ഹൈസ്കൂൾ ചരിത്ര അധ്യാപകനായാണ് സെലൻസ്കി വേഷമിട്ടത്. വളരെ വേഗം ഈ പ്രോഗ്രാം ജനകീയമായി. ജനങ്ങളിൽ പലരും സെലൻസ്കിയെ തങ്ങളുടെ നേതാവായും ഭാവി പ്രസിഡന്റായും കണ്ടു. ഇതിനിടയിൽ സെലൻസ്കിയുടെ സുഹൃത്തുക്കൾ സെർവൻ്റ് ഓഫ് പീപ്പിൾ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുകയും ചെയ്തു. എന്നാൽ അപ്പോഴും സെലൻസ്കിക്ക് രാഷ്ട്രീയത്തിലോ പാർട്ടിയിലോ സജീവമാകാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഭരണകൂടത്തെ തൻ്റെ ഹാസ്യത്തിലൂടെ വിമർശിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. 2019 ജനുവരിയിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനും വളരെ നാൾ മുന്നേ തന്നെ മാധ്യമങ്ങൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സെലൻസ്കിയുടെ പേര് പറഞ്ഞിരുന്നു.
എന്നാൽ അപ്പോഴെല്ലാം സെലൻസ്കി അത്തരം വാർത്തകളെ നിഷേധിക്കുകയായിരുന്നു. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് രാജ്യം സജ്ജമാകുന്ന 2018 ഡിസംബർ 31-ന് സെലൻസ്കി അപ്രതീക്ഷിതമായി തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അപ്രതീക്ഷിതം എന്നതിനപ്പുറം അതിനാടകീയമായിരുന്നു ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതേ ചാനലിൽ പ്രസിഡന്റ് പെട്രോ പൊറോഷെങ്കോയുടെ പുതുവത്സര പ്രസംഗം സംപ്രേഷണം ചെയ്യേണ്ടിയിരുന്ന സമയത്താണ് അത് മാറ്റിവെച്ച് സെലൻസ്കി തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് പെട്രോ പൊറോഷെങ്കോയ്ക്കെതിരായ സെലൻസ്കിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതാണ്ട് പൂർണ്ണമായും വെർച്വലായിരുന്നു. അഴിമതി വിരുദ്ധ പോരാളിയായി സ്വയം വിശേഷിപ്പിച്ച അദ്ദേഹം രാഷ്ട്രീയക്കാരിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്നും പ്രൊഫഷണലുകളും മാന്യരുമായ ആളുകളെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ മാനസികാവസ്ഥയും താളവും മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രഖ്യാപിച്ചു. 2019 ഏപ്രിൽ 21-ന് 73% വോട്ടുകൾ നേടി യുക്രൈൻ്റെ പ്രസിഡന്റായി സെലൻസ്കി തെരഞ്ഞെടുക്കപ്പെട്ടു. റഷ്യൻ പക്ഷപാതിയായിരിക്കും സെലൻസ്കി എന്നാണ് ഏവരും കരുതിയിരുന്നത്. എന്നാൽ റഷ്യ കയ്യേറ്റക്കാരാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശത്രുവാണെന്നും സെലൻസ്കി ആശങ്കകൾക്ക് ഇടയില്ലാതെ പ്രഖ്യാപിച്ചു. റഷ്യൻ വിരുദ്ധ യൂറോപ്യൻ ശക്തികളുമായി കൂട്ടുകൂടി. യുക്രൈൻ യൂറോപ്യൻ ശക്തികളുമായി കൂട്ടുകൂടുന്നതിൽ അരിശം പൂണ്ട റഷ്യൻ പ്രസിഡന്റ് യുക്രൈന് മേൽ ആക്രമണം ആരംഭിച്ചു. കൃത്യമായി പറഞ്ഞാൽ 2022 ഫെബ്രുവരി 24-ന് റഷ്യൻ സൈന്യം യുക്രൈന് മേൽ ആക്രമണം തുടങ്ങി. പ്രസിഡന്റ് പദത്തിൽ സെലൻസ്കിയുടെ ഔദ്യോഗിക കാലാവധി 2024 മെയ് 20-ന് അവസാനിച്ചുവെങ്കിലും യുദ്ധപശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വൈകുന്നതിനാൽ സെലൻസ്കി തൽസ്ഥാനത്ത് തുടരും. നിലവിൽ യുക്രൈനിൽ സൈനിക നിയമം പ്രാബല്യത്തിൽ ഉള്ളതിനാൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുമില്ല. സെലൻസ്കി തുടരുന്നതിൻ്റെ നിയമസാധ്യത ചോദ്യം ചെയ്യാൻ നിലവിൽ റഷ്യ മാത്രമേ ആഗ്രഹിക്കുകയുമുള്ളൂ എന്നതാണ് സത്യം. ശക്തിയിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള റഷ്യൻ സൈന്യം യുക്രൈനെ ആക്രമിച്ചതോടെയാണ് ലോകത്തെ സാധാരണക്കാർ സെലൻസ്കി എന്ന യോദ്ധാവിനെ തിരിച്ചറിയുന്നത്. ഒരേ സമയം ലോകരാജ്യങ്ങളോട് സഹായം തേടാനും അതേസമയം രാജ്യത്തെ യോദ്ധാക്കൾക്കും സാധാരണ ജനങ്ങൾക്കും ധൈര്യവും ആത്മവിശ്വാസവും കൊടുത്ത് ഒപ്പം നിൽക്കാനും സെലൻസ്കി കഴിഞ്ഞു. ഇന്നും യുക്രൈൻ എന്ന സൈനിക ശക്തിയിൽ വെറും 18ാം സ്ഥാനത്ത് മാത്രമുള്ള രാജ്യത്തെ അടിപ്പെടുത്താൻ റഷ്യയ്ക്കും പുടിനും കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ പേര് വ്ളാഡിമിർ ഒലക്സാണ്ടർ സെലൻസ്കി എന്നായതുകൊണ്ട് തന്നെയാണ്.